നീ അത് വിടടാ. എന്തിനാ അതന്നെ പറഞ്ഞോണ്ടിരിക്കണ്? അത് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജോലിയും ചെയ്ത് വീട്ടിൽ ചെന്ന സമാധാനം കിട്ടണ്ടേ? ഒന്നില്ലെങ്കിൽ ഞാൻ പറയണ അനുസരിക്കണം, അല്ലെ നമ്മൾ ഇവിടെ ചൊൽപ്പടിക്ക് നിൽക്കണം. അതൊന്നുമല്ല, തോന്നിയ പോലെ അങ്ങോട്ട് ചാട്ടമാണ്. ചെയ്യല്ലേ എന്ന് പറഞ്ഞ കാര്യം അവർ ചെയ്യുള്ളൂ. എടാ, അവിടെ തങ്കവും ചമന്തിയൊക്കെ ഉണ്ടല്ലോ, അവരെന്തെങ്കിലും പറഞ്ഞ് ശരിയാക്കിക്കോളും. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട, അത് വിട്. അവരുടെയൊക്കെ കാര്യം കാണുമ്പോഴാണ് എനിക്ക് സങ്കടം വന്നത്. ഇപ്പം നിന്റെ വീട്ടിൽ തന്നെ ജമന്തി വേറൊരു വീട്ടിൽ നിന്ന് കെട്ടി വന്ന പെണ്ണല്ലേ, അമ്മനോട് എന്ത് നന്നായിട്ടാ പെരുമാറണ. ഇനി എത്ര വഴക്കുണ്ടെങ്കിൽ തന്നെ തങ്കം അഡ്ജസ്റ്റ് ചെയ്ത് പോണില്ലേ? അതും ഒരു കുടുംബമല്ലേ. ഇത്ര ആൾ പോലും ഇല്ല എൻ്റെ വീട്ടിൽ. അവളുടെ കാര്യവും നോക്കി, ആ ഉമ്മയുടെ കാര്യവും നോക്കി ഒന്ന് സഹിച്ച് ക്ഷമിച്ച് നിന്നേച്ചാൽ മതി. അത് പറഞ്ഞാൽ കേൾക്കൂല. ഇപ്പം ഇന്ന് രാവിലെ അവൾ കെട്ടി ഒരുങ്ങി ഇറങ്ങിയൊക്കെയാണ്. നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ അനുവാദം ഇല്ലാതെ ജമന്തി പുറത്തു പോവോ? അത് നിന്നെ പേടിച്ചിട്ടല്ല, അത് നിന്നോടുള്ളൊരു സ്നേഹമാണ്. കുടുംബത്ത് വേല ചെയ്തുകൊണ്ട് തന്നെ ആണുങ്ങളോടുള്ള ഒരു സ്നേഹവും ബഹുമാനമാണ്. അതെന്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പം നീ എന്ന് സംസാരിച്ചു നോക്ക്, എന്നെ കുറ്റം പറയുള്ളൂ. ഇത്രയും പാവം പോലെ ഇരിക്കുന്ന ഒരു പെണ്ണിനെ നീ എന്തിനും ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കും. ഞാനിത് ആരോട് പോയി പറയാനാണ്? ദേ വിളിക്കണ്ട അവള്. ഹലോ, എന്താ ഷാഹിദ നീ പറയണ? എന്നിട്ട് നീ വല്ലതും പറഞ്ഞ? അത് ശരി. ഞാൻ കനകനോട് പറയാം. നിന്നൊന്നും അങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്തിയുള്ളൂല. നീ ചെയ്യൂല, എനിക്കറിയാം. കനക, എടാ നിന്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നം നടക്കുകയാണെന്ന്. എന്തു പ്രശ്നം? തങ്കവും ജമന്തിയും കൂടി ഭയങ്കര ബഹളം. ഷാഹിദയെ വിളിച്ചത്. തങ്കവും ജമന്തിയും കൂടിയോ? ആന്ന്. നീ ഒന്ന് വിളിച്ചു നോക്കിയേ. അങ്ങനെയാണെങ്കിൽ അവർ വിളിക്കല്ലോ. ഇല്ല, അവിടെ ബഹളം കേൾക്കണ്ട്, ഇതിൽ കൂടി കേൾക്കാം. ജമന്തി വിളിക്കൂലേ? വിളിച്ചു നോക്കിയേ. എന്ത് ബഹളം? എന്താണ്ടൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കണ്ട്. ഇവളും അതിൻ്റെ ഇടയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഈ മുതൽ ചെന്നാ അങ്ങനെയാണ്. ഇവളുടെ നക്ഷത്രം അതാണെന്ന് തോന്നുന്നുണ്ട്. ഹലോ, എന്താ ജമന്തി? എന്താണ് അവിടെ വിഷയം എന്ന് പറ. എന്ത്? അത് ശരി. ശരി, ഓക്കെ. എന്താണ് അത്? ഇവള് വല്ല അലമ്പുണ്ടാക്കിയ? വീട് വരെ ഒന്ന് പോവാപ്പാ. വീട് വരെ ഒന്ന് പോണം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആ താള കൈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടല്ലാതെ അകത്ത് കാലുകുത്തി പോരും. ഒളിച്ചിരിക്കണത് ഇറങ്ങി വാടി നീ. എന്നാ ഇതിന് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തങ്കം ക്ലീറ്റ് കൊടുത്ത് പോകണല്ലോ. എന്താണ് നിന്റെ ഉദ്ദേശം? എന്താ പ്രശ്നം? നീ അവളെ കെട്ടിക്കൊണ്ടു എന്തിനാടാ? മര്യാദക്ക് നീ അവളെ നടത്തിച്ചോണം. അവളെ കാര്യം പറഞ്ഞേ. രണ്ടും കൂടി അകത്ത് കയറിയിരിക്കുക, ഒന്നും അറിയാത്ത പോലെ. എന്താ വിഷയം ഉണ്ടായത് പറ. അവളെ പെണ്ണല്ലടാ, അവളെ ആണാണ്, ഗുണ്ട. എന്നെ പിടിച്ച് തള്ളി എന്നെ ഇടിക്കാമെന്ന് അറിയാമോ? വരിഞ്ഞു കയറി വന്നതിന് അവൾക്ക് എന്താ നഷ്ടം? അവളുടെ വീട്ടിൽ എന്റെ പഴയ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ അവളെ ഞാൻ വെട്ടി പിരുത്താനേ ഇവിടെ. ഞങ്ങൾ ഇനി ആ കുടുംബത്തോട്ട് വരില്ല. ഇവൻ ഇങ്ങനെ വളർത്തി തന്നെയാണ് ഇങ്ങനെ ആയത്. നമ്മുടെ വീട്ടിലത്തെ കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ അവര് തമ്മിൽ പിന്നെയും പ്രശ്നം ഉണ്ടാക്കി. അവര് രണ്ടുപേരും ഇവളുടെ സ്വഭാവം വന്ന് കേറി അവിടെ ബഹളം ഉണ്ടാക്കുന്നു. അല്ലോ, ഞാനല്ല, അവര് രണ്ടുപേരും വർത്താനം പറഞ്ഞതാ.
അയാൾക്ക് വേറെ ഒരു പണിയില്ലല്ലോ, ആരുടെങ്കിലും പെക്കിട്ട് തരണം. നീ എന്തിനാണ് ഈ വെറുതെ ഈ കുടുംബത്തിന് ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? കുടുംബത്തിലെ ശല്യം ഒന്നുമില്ല, അവര് തമ്മിലേ ഉള്ളൂ. ഞാനൊന്നും നീ പറഞ്ഞിട്ടില്ല. അതെന്താ ഉണ്ടായെന്നാണ് പറഞ്ഞത്. എന്തുണ്ടായെന്ന് പറ. അല്ല, അത് പിന്നെ ഇവിടെ പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയമല്ല. എന്താ ഉണ്ടായെന്ന് എന്നോട് പറ. ഞാൻ അപ്പൊ പരിഹരിച്ചു തരാം. ദൈവമേ, ഒന്നുമില്ല. 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 എന്താടി വാദം അങ്ങോട്ട് പറഞ്ഞെടുക്കടി. എല്ലാം കേട്ടോണ്ടിരുന്നല്ലേ ഇവിടെ. അല്ല, അവരെന്തോ പറഞ്ഞതാ. അപ്പൊ മറ്റേ തങ്കവും കൂടെ ചേർന്ന് നിനക്ക് എന്താണ് വിചാരം? എന്തോ അല്ല, എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞാ പിന്നെ ഞാൻ കേട്ടോണ്ടിരിക്കണോ? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? അല്ലയാ, വെറുതെ പ്രശ്നം വേണ്ട. അങ്ങനെ കണ്ണി കണ്ട ക്ലീറ്റോടെ തല്ലു കൊള്ളേണ്ട ഗതികേടൊന്നും എനിക്കില്ല. നീ എന്നോട് സംസാരിക്കുന്ന പോലെ അവനോട് സംസാരിച്ചിട്ടുണ്ടോ? എന്റെ ഭർത്താവിന് നാട്ടിലുണ്ടെങ്കിൽ പോയി ചോദിക്കാം അവളോട്. എനിക്ക് തല്ല് പിടിക്കല്ലേന്ന്. എടാ അവക്ക് പ്രാന്താടാ പിടിച്ച് ചങ്ങലക്കിട അതിനെ. ചേട്ടാ, ചേട്ടാ, ആരുടെ നാവിൽ പറയുന്നത്? ഞാൻ പറഞ്ഞില്ല വേണ്ട. എന്നെ തല്ലുകൊന്നളിയാ ഇവള്. അവിടെ കണക്ക് പറയണ്ട, എന്റെ ക്ലീറ്റോ വലിഞ്ഞേറി വന്നു. ഇവിടെ നീ കൊണ്ടേ കളയണം, നമുക്ക് വേറെ പെണ്ണിനെ കിട്ടില്ല. ആരാണ് ഇയാള്? ഇവൾക്ക് ഭ്രാന്താണ്, ഭ്രാന്ത്. വെറുതിരിക്കുന്നു. അവള് നിൽക്കുന്നതായിട്ടില്ലേ? നീ ഒരുപാട് പ്രസംഗിക്കണം. മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഇതിനൊരു സമാധാനം ഉണ്ടാക്കിയിട്ടുള്ളൂ. കൊല്ലളിയാ. വലഞ്ഞുകാരി വന്നമാരെ ഒക്കെ അറിയിക്കോ. നിന്നോട് കൂടെ പറഞ്ഞു തമ്മടിനെ അടിക്കാം. എടാ കനക വടികളാ. അതെ, ഇക്ക വന്നേ, നമുക്ക് പോവാം. നീ എന്തീ പറയണ? ഇതൊന്നും സമാധാനമൊക്കെ ഇങ്ങനെ സമാധാനമൊക്കെ നിന്ന കൊലപാതകത്തിന് സമാധാനം പറയേണ്ടി വരും. ഇങ്ങ് വന്നേ, നമുക്ക് നീ പോവാം. വന്ന് കേറി ഈ കുടുംബം അലമ്പാക്കിയില്ലേ? ഞാൻ ഈ കുടുംബത്തിലൊന്നും ചെയ്തില്ല. അവര് നാത്തൂനും കൂടിയാ ഭയങ്കര വഴക്ക്. നീ എന്തെന്നാ അതിന്റെ ഇടയിൽ നിന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തത്? ഇത് നമ്മുടെ കുടുംബത്തിൽ ഇതിലും ഭേദമാണ്. ഇങ്ങോട്ട് നീ വിളിക്കണേ, ഞാനത് നോക്കട്ടെ. കനക ഇക്കാനോട് പറഞ്ഞു കേട്ടില്ല, ഞാൻ ഉമ്മാന്റെ കൂടെ നിന്നോളാം. എടി അങ്ങാടി എന്നിട്ട് നിനക്ക് ഉമ്മാനെ കൂടി യുദ്ധം ഉണ്ടാക്കാനല്ലേ? അതിലും ഭേദം ഇതല്ലേ? ഒന്നിനുമില്ല, ഇതിലും ഭേദം നമ്മുടെ വീട് സ്വർഗാണ്. അവിടെ മനസ്സിലായില്ല എനക്ക്? അതാ കേറ് വേഗം. അതുകൊണ്ട് വേഗം എടുത്തില്ല. വേഗൊക്കെ പിന്നെ സമാധാനം ഉള്ളപ്പോ എടുക്കാൻ നീ കേറ്. അവൻ വയലന്റ് ആയ അലമ്പാണ്. എന്റെ അമ്മോ, ഇരുന്നാ ഇങ്ങനെ ഒരു കുടുംബം ഉണ്ടാവുമോ? കേറാ, ഇരുന്നാ പോ. എങ്കിലും അയ്യോ, ഞാൻ എത്ര നേരം എങ്ങനെ പിടിച്ചു നിന്നെന്നറിയോ? എന്റെ ക്ലീറ്റോ എന്തറിഞ്ഞിട്ട് ഈ ബഹളം ഉണ്ടായിക്കൊണ്ടിരുന്നിവിടെ. ഞങ്ങൾ ഷാഹിനെ പറ്റിക്കാൻ വേണ്ടിട്ട് വെറുതെ അഭിനയിച്ചത് എല്ലാരും കൂടി. അയ്യേ